Hi, in this lecture we are going to discuss about the stability factor. Then we are going to discuss about the stability factor for voltage divider biasing. Okay, stability factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ Q പോയിന്റിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് for variations in temperature. Temperature variations അനുസരിച്ച് നമ്മളുടെ Q പോയിന്റിന് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് stability factor. Okay, now we have three types of stability factors. മൂന്ന് type of stability factors ആണ് നമുക്കുള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ള S എന്ന് പറയുന്ന stability factor ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. മറ്റു രണ്ട് stability factors നമ്മൾ ഇവിടെ പറയും. Okay, now the rate of change of collector current IC with respect to leakage current ICBO at constant input voltage VBE and amplification factor beta is called the stability factor, and it is denoted as S, or we can denote it as SICBO. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? The rate of change of collector current with respect to leakage current. So the equation of S will be equal to DIC by DICBO. Now the condition is at constant input voltage VBE. So constant VBE and amplification factor beta. So constant beta. ഇതിനെയാണ് നമ്മൾ stability factor എന്ന് പറയുന്നത്. Okay, so നമുക്ക് ഈ ഒരു ഇക്വേഷനെ stability factorന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റും. Okay, so this is the first stability factor, S. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. S dash, or we can say S subscript V, S double dash, or we can say S subscript beta. ഓക്കെ, അത് എന്ന് പറയുന്നത് S dash എന്ന് പറയുന്നത് അല്ലെങ്കിൽ SV എന്ന് പറയുന്നത് it is equal to DIC by DVBE at constant ICBO and beta. ഇപ്പൊ ഇവിടെ SV എന്നുള്ളതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത് നമ്മളുടെ ഡിനോമിനേറ്റർ ഇൻപുട്ട് വോൾട്ടേജ് VBE ആണ് വരുന്നത്, ചേഞ്ച് ഇൻ VBE. ഓക്കെ, നൗ S ഡബിൾ ഡാഷ് എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷൻ ഈസ് ദിസ്: S ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു DIC by D beta at constant ICBO and VBE. Here the denominator will be change in beta. Okay, change in beta, അതുകൊണ്ടാണ് S beta എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയാണ് ബേസിക്കലി നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്നുള്ളതുകൊണ്ട് പറയാനുള്ളത്. The rate of change of collector current IC with respect to the leakage current ICBO at constant input voltage VBE and amplification factor beta is called the stability factor. Clear? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് stability factor of voltage divider biasing. Okay, so ഇതാണ് നമ്മുടെ voltage divider biasing ന്റെ സർക്യൂട്ട്. Here you can see we have VCC and ground for biasing the transistor. ട്രാൻസിസ്റ്ററിന്റെ ജംഗ്ഷൻസ് ബയാസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് VCC ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, then we are using a voltage divider network R1 and R2 to provide corresponding voltages to the junctions, emitter base junction and collector base junction. Clear? ഇതിന്റെ ഒരു ഇക്വാലന്റ് സർക്യൂട്ട് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്, തെവെനിൻസ് ഇക്വാലന്റ് സർക്യൂട്ട്. നമ്മൾ ഓൾറെഡി ഈ തെവെനിൻസ് ഇക്വാലന്റ് സർക്യൂട്ടിന്റെ ഡെറിവേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ തെവെനിൻസ് ഇക്വാലന്റ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് കറണ്ട്, അതായത് കളക്ടർ കറണ്ട് IC കണ്ടുപിടിക്കുന്നതും ഔട്ട്പുട്ട് വോൾട്ടേജ് VCE കണ്ടുപിടിക്കുന്നതും. ഓക്കെ, നൗ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ചില സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. അത് എന്താണ് എന്നുള്ളത് നോക്കാം. നൗ ടു ഫൈൻഡ് ദി സ്റ്റെബിലിറ്റി ഫാക്ടർ, first we have to apply KVL in the input loop. So apply KVL in the input loop to find IB കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. അതിനുശേഷം IB കിട്ടിക്കഴിഞ്ഞാൽ obviously we will get IC. So find IC from IB. ഓക്കെ, നമുക്കറിയാം IC equal to beta IB ആണ്. സോ അതിൽ നിന്ന് നമുക്ക് IB കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് IC കണ്ടെത്താൻ പറ്റും. Then step 3, differentiate IC with respect to IC. Note the point, IC with respect to IC, keeping beta and VB constant. So beta യുടെ വാല്യൂവും VB യുടെ വാല്യൂവും കോൺസ്റ്റന്റ് ആണ്. Now differentiate the
IC നമുക്ക് IC ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ICയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. Now differentiate that equation with respect to IC itself. Clear? അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. Okay. Now ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ KVL in the input loop ആണ്. Okay. ഇൻപുട്ട് ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. നമ്മുടെ ഇൻപുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ലൂപ്പ്. Here you can see this is our input loop. ഇൻപുട്ട് ലൂപ്പിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ we'll get plus VTH plus VTH, then പ്ലസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ പാർട്ട് പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. സോ പ്ലസ് ടു മൈനസ് ആണ് ഡയറക്ഷൻ. സോ മൈനസ് IB RTH, ഇവിടെ നമുക്ക് പ്ലസ് ടു മൈനസ് ആണ്. സോ മൈനസ് VBE, ഇവിടെ നമുക്ക് ഇത് പ്ലസ് ആണ് വരിക, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് മൈനസ്. സോ പ്ലസ് ടു മൈനസ് വരും. മൈനസ് IE RE ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ലൂപ്പിലെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ. നൗ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. Here you can see this equation, plus VTH minus IB RTH minus VBE, okay, minus VBE minus IE RE equal to 0. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. സോ ഇനി ഇവിടുന്ന് നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. ഇവിടെ നമുക്കറിയാം IE is equal to IB plus IC. This is our transistor equation, current equation. Okay, current equation of a transistor. നമുക്കറിയാം. ഓക്കെ. സോ IE is equal to IB plus IC ആണ്. സോ ഈ IEയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് പ്ലസ് VTH മൈനസ് IB RTH മൈനസ് VBE മൈനസ് IB RE മൈനസ് IC RE ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് IEയുടെ വാല്യൂ IB പ്ലസ് IC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നൗ IBയുടെ ടേം കോമൺ ആയിട്ട് എടുക്കുക. So plus VTH minus IB into RTH plus RE minus VBE minus IC RE equal to 0. IB term നമ്മൾ കോമൺ ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്തു, ഇക്വേഷൻ ചെയ്തു. ദെൻ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് IBയുടെ ഇക്വേഷൻ കണ്ടെത്താം. IB equal to VTH minus VBE minus IC RE by RTH plus RE. Clear? സോ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ IBയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ IBയുടെ വാല്യൂവിൽ നിന്നും IC കണ്ടെത്തണം. നമുക്കറിയാം IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC, അവർ ഇക്വേഷൻ IC ഈസ് ഈക്വൽ ടു, ഇത് നമ്മുടെ ICയുടെ ഫുൾ ഇക്വേഷൻ ആണ്. IC ഈക്വൽ ടു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ICBO. നമ്മളുടെ ലീക്കേജ് കറണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ICയുടെ ഇക്വേഷൻ ആണ്. സോ ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ IBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും IC ഈക്വൽ ടു ബീറ്റ ഇൻറ്റു VTH minus VBE minus IC RE divided by RTH plus RE plus beta plus 1 ICBO. Okay, so ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ IBയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ICയുടെ വാല്യൂ നമുക്ക് ഈ ICയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ ICയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അതായത് ഫൈൻഡ് ഔട്ട് IB, നമ്മളിവിടെ IB ഫൗണ്ട് ഔട്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ IC ഫൗണ്ട് ഔട്ട് ചെയ്തു. ഇനി നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് IC വിത്ത് റെസ്പെക്ട് ടു IC. ഇതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഡിഫറൻഷിയേറ്റ് IC വിത്ത് റെസ്പെക്ട് ടു IC ഇറ്റ് സെൽഫ്. ഓക്കെ. സോ IC ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് IC. സോ വി വിൽ ഗെറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടും DIC ബൈ DIC ഈക്വൽ ടു ഇവിടെ ഈ ഒരു പ്ലസ് ടേം, ഇവിടെ രണ്ട് ടേമുകളാണുള്ളത്, ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ടേമിൽ ബീറ്റ ബൈ RTH പ്ലസ് RE എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു IC ആണ്. സോ ഇത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ബീറ്റ കോൺസ്റ്റന്റ് ആണ്, RTH കോൺസ്റ്റന്റ് ആണ്, RE കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. സോ അത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് പുറത്തെടുത്തു. സോ ബീറ്റ ബൈ RTH പ്ലസ് RE. Then differentiating the rest of the terms, D by DIC VTH minus VBE minus IC RE plus ഇവിടെ ബീറ്റ പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്, ഈ ടേം കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് എടുക്കുക. Then DICBO by DIC. ഓക്കെ. ഇതാണ് നമുക്ക് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. DIC by DIC means 1. Clear? Then ഡെറിവേറ്റീവ് ഓഫ് DVTH by DIC എന്ന് പറയുന്നത് 0 ആണ്. കാരണം VTH
നമ്മൾ IC വെച്ചിട്ട് ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ദെൻ VB ഇത് 0 കിട്ടും. ഈ ഒരു ടൈമിൽ RE കോൺസ്റ്റന്റ് ആണ്. സോ RE പുറത്തെടുക്കും. DIC by DIC എന്ന് പറയുന്നത് 1 ആണ്. സോ വി വിൽ ഗെറ്റ് RE into 1. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ബീറ്റ പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ DICBO by DIC എന്ന് പറയുന്നത് 1 by S ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ S equal to DIC by DICBO ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. നമ്മളിവിടെ ഓൾറെഡി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിയർ യു ക്യാൻ സി അവർ S equal to DIC by DICBO. അപ്പോൾ നമുക്കിവിടെ DICBO by DIC എന്നുള്ളത് 1 by S എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we will get 1 equal to minus beta RE. ഇവിടെ നമുക്ക് RE മാത്രമേ ഉള്ളൂ. സോ ബീറ്റ RE by RTH plus RE plus beta plus 1 by S. ഓക്കെ, അതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേമിനെ, ഈ ഒരു പർട്ടിക്കുലർ ടേമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ വിൽ ഗെറ്റ് 1 പ്ലസ് ബീറ്റ RE by RTH plus RE ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 by S. ഇതിൽ നിന്നും നമുക്ക് എസിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. നമ്മളൊന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് S, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ S. ക്ലിയർ? സോ S will be equal to beta plus 1 by 1 plus beta RE by RTH plus RE. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ we will get S equal to beta plus 1 okay divided by RTH plus RE okay plus beta RE divided by RTH plus RE. ഓക്കെ, അതിനെ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will get S equal to beta plus 1 RTH plus RE divided by we can write RTH plus beta plus 1 RE. നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാം, സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എസ് ഡാഷും എസ് ഡബിൾ ഡാഷും കണ്ടെത്താൻ പറ്റും. എസ് ഡാഷ് നമ്മൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു DIC by DVBE at constant beta and ICBO ആണ്. നമ്മളത് കണ്ടെത്തി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എസ് ഡാഷ് ഈക്വൽ ടു മൈനസ് ബീറ്റ ബൈ RTH പ്ലസ് ബീറ്റ പ്ലസ് 1 RE എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ കുറവാണെങ്കിലാണ് ഗുഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഇഫ് ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ലെസ്, that means good stability. If the value of stability factor is large, that means poor stability. Okay, now ideal value of stability factor is 0. Stability factor ന്റെ ideal value 0 ആണ്. Stability factor of fixed bias എന്ന് പറയുന്നത് S equal to 1 plus beta. Okay, S equal to 1 plus beta. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് usually ranges between 50 to 200. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 100 ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 101 ആണ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 101 ആണ് വരിക, ലാർജ് വാല്യൂ ആണ്. നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് അവർ റെസിസ്റ്റൻസ് RTH ഈസ് വെരി വെരി ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 RE, ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് നമുക്ക് സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. 0 ആണ് ഐഡിയൽ വാല്യൂ. സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ കുറയുന്നതാണ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് നല്ലത്. ഓക്കെ, so stability increased as the value of S is close to 0. 1 എന്ന് പറയുന്നത് 0നോട് ക്ലോസ് ആണ്, അതുകൊണ്ട് നമ്മളുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു ബിക്കോസ് ഓഫ് RE. ഈ പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് കാരണമാണ് അത് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് വെൻ കമ്പയറിംഗ് വിത്ത് ഫിക്സഡ് ബയാസിംഗ് കോൺഫിഗറേഷൻ. ഫിക്സഡ് ബയാസിംഗ് കോൺഫിഗറേഷന്റെ സ്റ്റെബിലിറ്റി ബീറ്റ പ്ലസ് 1 എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ വാല്യൂ കൂടുതലാണ്. ഓക്കെ, സോ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ വാല്യൂ കുറവാണ്, നമ്മളുടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ നമ്മൾ പറയുന്നത് എന്താണ്, RTH വെരി വെരി ലെസ് ദാൻ β+1 RE. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ RTH വെരി വെരി ലെസ് ദാൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം നെഗ്ലക്ട് ചെയ്യാം, ഈ ഒരു ടേമും നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് S = നമുക്ക് RTH നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് β+1 RE. ഓക്കെ, നൗ RTH നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, ബാക്കിയുള്ളത് β+1 RE. ഓക്കെ, so this is almost equal to unity അല്ലേ? So we can write almost equal to unity. നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. So we can say almost equal to unity. Clear? So ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ഫാക്ടർ കുറവാണ്, നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ് 1 എന്ന് പറയുന്നത്. നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്തിട്ട് നമുക്കത് അക്വയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയാസിങ് ടെക്നിക്ക് ആയി മാറിയത്. ഓക്കെ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.